ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അറഫ പ്രഭാഷണം എന്ന് പറയുന്നത്. 1948 മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ സാർവലൗകിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ പോലും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 1948 ഡിസംബർ 10 പ്രഖ്യാപിച്ചതുകൊണ്ട് എല്ലാ ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യാവകാശ ദിനമായി ആചരിക്കാറുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തൊരു സമ്പൂർണ്ണ ഒരു കോംപ്രഹെൻസീവായ ഒരു ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണമാണ്. കാരണം അതിൽ മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ച് മാത്രമല്ല, ദുർബലരായ ജനവിഭാഗങ്ങളുടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രഭാഷണമാണ് അറഫയിൽ നടത്തിയത്. ഒന്ന്, മനുഷ്യനെ എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുന്ന എല്ലാ സംവിധാനവും എന്ത് ചെയ്തു? നബി തിരുമേനി റദ്ദ് ചെയ്തു. ഒന്ന്, കുടിപ്പക, ജാഹിലിയായ സ്വഭാവമാണ്. ഒരാളുടെ പിതാവിനെ കൊന്നാൽ ആ പിതാവിനെ കൊന്നവരോട് പകരം ചെയ്യാന്നുള്ള ജാഹിലിയ കാലത്തൊരു ഒരു കടമയായിരുന്നു, ഒരു ബാധ്യതയായിരുന്നു. അയാൾ എൻ്റെ പിതാവിനെ കൊന്നുകൊണ്ട് അയാളെ കൊല്ലൽ എൻ്റെ ബാധ്യതയാണ്. അങ്ങനെയുള്ള എല്ലാ കുടിപ്പകകളും റസൂലുള്ളാഹി റദ്ദ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, പലിശ. ലോകത്തെ ഏറ്റവും വലിയ ചൂഷണത്തിന്റെ അടിസ്ഥാനമാണിത്, പലിശ എന്ന് പറയുന്നത്. പലിശാധിഷ്ഠിത സാമ്പത്തിക ക്രമം ലോകത്ത് എത്ര നിലനിന്നാലും ഒരു ക്ഷേമരാജ്യം നിലനിൽക്കില്ല. പലിശക്ക് പകരം ഇസ്ലാം പരിചയപ്പെടുന്നത് സക്കാത്താണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. പലിശ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവന് മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സക്കാത്ത് അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ക്ഷേമത്തിന് ഐശ്വര്യത്തിനും അനിവാര്യമായത്. അതിനു പകരം ആധുനിക ലോകം പലിശാധിഷ്ഠിത സാമ്പത്തിക ക്രമമാണ്. പലിശ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതാണ്. പലിശ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. പലിശയിലെ ഏറ്റവും ചെറിയ ഒരു അംശം ഒരാൾ ഭക്ഷിച്ചാൽ അയാൾ സ്വന്തം മാതാവിനെ കഅബാലയത്തിൽ വെച്ച് വ്യഭിചരിക്കുന്നതിനേക്കാൾ മഹാപാതകമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം തന്നെ തെറ്റാണ്. അത് മാതാവിനാണെങ്കിലോ അത് കഅബാലയത്തിൽ വെച്ചാണെങ്കിലോ ആ തെറ്റിന്റെ ഒരു ഗൗരവം വിലയിരുത്താൻ വേണ്ടിയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില ഉദാഹരണങ്ങളോട് നമുക്ക് ഈ കാര്യം പറയുന്നത്. അപ്പൊ പലിശ നിരോധിച്ചു. അതുപോലെ തന്നെ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇന്നിപ്പോ നമുക്ക് ഇത് കേൾക്കുമ്പോൾ അത്ര ഒരു പുതുമയായി തോന്നൂല. കാരണം സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെ ബോധേഡായൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് സ്ത്രീ എന്ന് പറയുന്നത് ജീവിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. നിന്നക്ക് പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ അവരുടെ മുഖം ഇരുണ്ടുപോകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ജീവനോടെ കുഴിച്ചു മൂടിയ കഥകൾ നമുക്കറിയാം. അതേപോലെ തന്നെ സ്ത്രീന് ഒരിക്കലും അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. വാപ്പയുടെയോ ഉമ്മയുടെയോ സ്വത്തിൽ ഒരിക്കലും മകനുണ്ടാവും, മകൾക്കൊരിക്കലും അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. വലിന്നിസാഇ നസീബും മിമ്മ തറക്കൽ വാലിദാൻ. ബാപ്പയും ഉമ്മയും ഒഴിവാക്കി പോകുന്ന അനന്തര സ്വത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് അക്കാലത്ത് വലിയൊരു വിപ്ലവമാണ്. അത് വലിയൊരു പ്രഖ്യാപനമാണ്. അപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. രാജ്യത്ത് 8 മണിക്കൂറിൽ അല്ലെങ്കിൽ 6 മണിക്കൂറിലും എന്ന് പറയേണ്ട ഈ രാജ്യത്ത് ബലാത്സംഗത്തിന് വിധേയമായി ഒരു സ്ത്രീ കൊല ചെയ്യപ്പെടുന്നു. 90 സെക്കൻഡിൽ എന്ന് 1.5 മിനിറ്റിൽ ഒരു സ്ത്രീ പീഡന കേസ് രജിസ്റ്റർ ചെയ്യുന്ന രാജ്യമാണ് USA എന്ന് പറയുന്നത്. USA എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വികസിത രാജ്യമാണ്. അപ്പൊ ഇത്രയധികം സ്ത്രീ പീഡനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടും, ബലാത്സംഗത്തിന് വിധേയമാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്ന രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വിശ്വാസികൾ കൂടുതൽ ജാഗ്രതപ്പെടുക എന്ന് പറയുന്നത് അറഫയുടെ വലിയൊരു മെസ്സേജാണ്. സ്ത്രീ പീഡനത്തിന് വിധേയമാകുന്ന രാജ്യത്ത്, സ്ഥലത്ത്, ദേശത്ത്, സംസ്ഥാനത്ത് എവിടെയായാലും ശരി അതിനെതിരെ നിലകൊള്ളാൻ വിശ്വാസികൾക്ക് ബാധ്യസ്ഥരാണ്.